സത്യാമ്മ അറസ്റ്റ് ചെയ്തെന്നോ? എന്താ കാര്യം? അതിന് അമ്മ എന്ത് തെറ്റാ ചെയ്തേ? എടാ, ഏതോ പലിശക്ക് കാശ് മേടിച്ചവൻ ആത്മഹത്യ ചെയ്തു. എടാ, വല്ലതും കെട്ടി തൂങ്ങിയതിന് ആമ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ആരാ പിള്ളച്ചേട്ടൻ മരിച്ചത്? ആ കുട്ടികൃഷ്ണൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും പൊന്നി? ശാലിനി കുഞ്ഞ് എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങനെയല്ലേ പറഞ്ഞത്? ശ്യാമേ, നമ്മൾ വെറുതെ ഒച്ചയെടുത്താലും നമ്മൾ കാരണം മറ്റുള്ളവർ ഒച്ചയെടുത്താലും പേരുദോഷം വരുന്നത് നമുക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ശാരദാമ്മ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ശ്യാമ തന്നെയാ. വെറുതെ ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്തിനാ ശ്യാമയെ പറയിപ്പിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റായ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് പക്ഷേ നിനക്ക് മാത്രം തോന്നുന്ന കാര്യങ്ങളാ. നിന്റെ തോന്നലുകൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വീട്ടില് ശബ്ദം ഉയരുന്നത്. ശാന്തിജി, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ കാണുമ്പോ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ജീവിതമോ തെറ്റുകളൊക്കെ പറ്റാം. പക്ഷെ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുമ്പോഴാ നമ്മൾ എവിടെയെങ്കിലും ജയിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. രോഹിത്തെ, ഇതും കൊണ്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെ കിടന്ന് ഒച്ച വെക്കാനാണെങ്കിലും ആരോഗ്യം വേണമല്ലോ. അപ്പൊ ഞാൻ ഒച്ച വയ്ക്കുന്നതാ നിങ്ങക്ക് പ്രശ്നം അല്ലേ? നിങ്ങൾ കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബഹളം വേണ്ട, നീ ഭക്ഷണം കഴിച്ചേ. എനിക്കങ്ങ് വേണ്ട. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണോ? എങ്കിൽ ശാന്താച്ചി കൊടുക്ക്. നിങ്ങൾ എന്താ എന്നെ കളിയാക്കുവാണോ? ഓ, ഇനിയിപ്പോ അതേ പിടിച്ച് തൂങ്ങാണോ? നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കേ. അല്ലെങ്കിലും ഞാൻ കഴിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പൊ മറ്റുള്ളവരുടെ നേരെയാണല്ലോ. എന്റെ പൊന്നു ശ്യാമ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നിന്നെ സ്നേഹിക്കാനും കൊള്ളില്ല, കാരണം നിന്റെ ഉള്ളിൽ വിഷമാ. സംശയം എന്ന വിഷം. എവിടെ ഇരിക്കുന്ന? നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കും. അയാളുടെ ഒരു ഭക്ഷണം. എന്നെ തല്ലി കൊല്ലെന്നെ, കൊല്ലാനാ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച് മടുത്തു. എനിക്ക് മതിയായി. അങ്ങോട്ട് ശ്യാമേ, നിക്ക്. ശ്യാമേ, എടി ശ്യാമേ, നിക്ക്. ശ്യാമേ, അയ്യോ ശ്യാമേ, 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 മോളെ, ശ്യാമേ, എണീക്ക്. ശ്യാമേ, ശ്യാമേ. അയ്യോ, ബോധം പോയല്ലോ. ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാം. ശ്യാമേ, ശ്യാമേ. ശ്യാമേ. രാഘവ സാറേ, നിക്ക് സാറേ, താമോടോ പറയട്ടെ. ഞാൻ സാറേ, രാഘവ സാറേ, സാർ എങ്ങോട്ടായി പോകുന്നത്? നമ്മളിപ്പോ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കിപ്പോ ഭാമയെ കാണണം, അത്രേ ഉള്ളൂ.
താൻ തലോടുന്ന എനിക്കൊരു നിർബന്ധമില്ല. സാറേ അതല്ല. തലോണ്ടെ അടിച്ചു പിടിക്കും. ആ ദേ കുഞ്ഞു വന്നു. മക്കളെ മോനെ വിഷ്ണു, ആ സോമശേഖരൻ വന്നേ, നിന്നെ അമ്മ അറസ്റ്റ് ചെയ്തു പോയടാ. സത്യാമ്മ അറസ്റ്റ് ചെയ്തെന്നോ? എന്താ കാര്യം? അതിന് അമ്മ എന്ത് തെറ്റാ ചെയ്തേ? എടാ ഏതോ പലിശക്ക് കാശ് മേടിച്ചവൻ ആത്മഹത്യ തന്നു. എടാ വല്ലതും കെട്ടി തൂങ്ങിയതിന് മാമ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ആരാ പിള്ളച്ചേട്ടൻ മരിച്ചത്? ആ കുട്ടികൃഷ്ണൻ. പലിശയ്ക്ക് കുറച്ച് സാവകാശം ചോദിച്ചു ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. സത്യമ്മ പറ്റില്ല എന്നും പറഞ്ഞു. പിന്നെ 1-2 വട്ടം വിളിക്കുകയും ചെയ്തു. എന്തായാലും ആളിപ്പോ മരിച്ചു. പോലീസുകാർക്ക് എന്തെങ്കിലും കിട്ടിയ പോരെ? പിള്ളച്ചേട്ടൻ പറഞ്ഞ പോലെ സത്യാമ്മ പണം ആവശ്യപ്പെട്ട് വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിലുണ്ടാവും. ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. അച്ഛാ ഞങ്ങള് റെഡി. ഇന്നിത്തിരി നേരത്തെ ചെല്ലണോന്നാ ടീച്ചർ പറഞ്ഞേ. അസംബ്ലിയും പ്രയറും എല്ലാം ഉണ്ട്. മക്കളെ ഞാനിപ്പോ ഒരതിപ്പോ ഇല്ല. വന്നേ നമുക്ക് പോവാം. മക്കളെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എന്നാ ഒരു കാര്യം ചെയ്, കുട്ടികളെ കൊണ്ട് വിട്ടിട്ട് സ്റ്റേഷനിലേക്ക് പോയാൽ മതി. ആ സോമശേഖരനാണെങ്കിൽ എന്നെ അമ്മയും കണ്ണെടുത്ത കണ്ടുവിടാത്തവനാ. വേറൊന്നും കൊണ്ടല്ല, പണം മേടിച്ച തിരിച്ചു കൊടുക്കില്ല, അത്ര തന്നെ. എടാ ശാലിനി ഇപ്പൊ അവിടെ ഉണ്ട്. സോമശേഖരന്റെ ഒരു പോലീസ് കളിയും ശാലിനിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നീ അവനെ നന്നായിട്ടൊന്ന് കാണണം കേട്ടോ. ആ സോമശേഖരനെ നിന്റെ അമ്മയെ മനപ്പൂർവ്വം സ്റ്റേഷനിൽ കയറ്റാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചോണ്ടാവും ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് അവന്റെ മുഖം നോക്കി തന്നെ ഒന്ന് കൊടുത്തേക്കണം. അച്ഛൻ പറഞ്ഞതല്ലേ, ഞാനത് ചെയ്യും. ഞാനിവരെ കൊണ്ടുവിട്ടിട്ട് സ്റ്റേഷനിലേക്ക് പൊക്കോളാം. എടാ മക്കളെ, എന്നാ പിന്നെ ഞാനോട് വരാം. ആ സോമശേഖരന്റെ അടുത്തേ എനിക്ക് 2 വാക്ക് പറയണം. അയ്യോ അത് വേണ്ട സാറേ. അത് വേണ്ട അച്ഛാ, അയാളെ വേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം. അച്ഛൻ വിഷമിക്കണ്ട. തിരിച്ചു വരുമ്പോ സത്യാമ്മ ഉണ്ടാവും എന്റെ ഒപ്പം. വാ മക്കളെ. ആ അങ്കിളെ മിനിറ്റ്സ് വിടണേ, ഞങ്ങൾക്ക് പെട്ടെന്ന് സ്കൂളിലെത്തണം. ആ അതൊക്കെ എത്തിക്കാം. കേറിയിരുന്നോ? എടാ എടാ പെട്ടെന്ന് വന്നേക്കണേ. ഞാൻ പോയിട്ട് വരാം. അങ്കിളെ സത്യാമ്മയെ പോലീസ് പിടിച്ചു വെക്കോ? ഇല്ല മക്കളെ, ചെന്ന ഉടനെ അങ്കിൾ ഇറക്കിക്കൊണ്ടുവരും. പിന്നെ അമ്മയോടെ ഉണ്ടല്ലോ. അതാ ഞങ്ങളുടെയും ധൈര്യം. പോയാലോ നമുക്ക്?